ഇന്നലെ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കേരളത്തെ പറ്റിയുള്ള ഒരു പ്രവചന ശബ്ദം നിങ്ങളോട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം. എന്നാൽ വിമർശിക്കുന്നതിനും കുറ്റം പറയുന്നതിനും മുമ്പ് യേശുവിനെ ചൊല്ലി കരഞ്ഞ സ്ത്രീകളോട് നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെ മക്കളെ ഓർത്ത് കരയുവനെന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തെയും കേരളത്തിൽ താമസിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവിൻ. കേരളത്തിൽ ഒരു മഹാദുരന്തം സംഭവിക്കാൻ പോകുന്നു. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ചരിത്ര രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു ദുരന്തമായിരിക്കും അത്. 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1924 വെള്ളപ്പൊക്കം വിതച്ച നാശത്തേക്കാൾ മഹാനാശം വിതയ്ക്കുന്ന ഒരു ദുരന്തമായിരിക്കും അത്. കരയേത് കടലേത് എന്നറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടാകും. ഒരു കഷണം അപ്പത്തിന് വേണ്ടി അടിയുണ്ടാക്കും. തങ്ങളെ ഉറ്റവരെ പലരെയും ഒരിക്കൽ പോലും കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോകും. തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും കാണാതെ അലമുറയിട്ടുകൊണ്ട് ആളുകൾ സഞ്ചരിക്കും. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവസഭയിൽ നിന്നും ദൈവദാസന്മാരുടെ ഇടയിൽ നിന്ന് പോലും 1/3 നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നത് പോലെ ഒരു വലിയ കൂട്ടം നമുക്ക് നഷ്ടമാകും. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണ നിമിത്തം സോതോമിലുണ്ടായ നാശത്തിൽ നിന്നും ദൈവം തന്റെ ലോത്തിനെ ദൂതനെ അയച്ച് രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് അയച്ചതുപോലെ ദൈവത്തിന്റെ മഹാകരുണ നിമിത്തം ഈ മഹാദുരന്തം നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളിൽ നിന്നും ചിലരെ മറ്റു സ്ഥലങ്ങളിലേക്ക് ദൈവം അയക്കും. ഈ മഹാദുരന്തത്തിന് ശേഷം അങ്ങനെ രക്ഷപ്പെട്ടവർ ലോകത്തോട് വിളിച്ചു പറയും, ദൈവം ലോത്തിനെ വിടുവിച്ചതുപോലെ തന്റെ ദൂതനെ അയച്ച് എന്നെ വിടുവിച്ചു എന്ന്. ഈ കാലയളവിൽ ദൈവം തന്റെ സഭയുടെ നിലവാരം ഉയർത്തി ജാതികളുടെ മധ്യേ ഉന്നതമാക്കി വയ്ക്കും. ദൈവസഭയെയും ദൈവദാസന്മാരെ പറ്റിയുമുള്ള ഭയം ജാതികളുടെ മേൽ നിഴലിടും. കൽമഴയിൽ ശേഷിച്ചത് വെട്ടിക്കിളി തിന്ന് നശിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ ഒന്ന് തീരും മുമ്പേ മറ്റൊന്ന് സംഭവിക്കും. തുടരെയുണ്ടാകുന്ന ദുരന്തങ്ങൾ കാരണം കേരളത്തിന്റെ നട്ടെല്ല് ഒടിഞ്ഞു പോകും. മിസ്രൈമിനെ ബാധിച്ച ബാധകളിലൊന്നായ തവളയെ കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ ദേശം നാറിയതുപോലെ കേരളത്തിൽ നിന്ന് നാറ്റത്തിന്റെ പുക ഉയരുന്ന ഒരു കാലമായിരിക്കും ഇത്. ഇതുപോലെയുള്ള ചില കള്ളപ്രവാചകന്മാരും രോഗശാന്തിക്കാരുമാരും ഒക്കെ വയറ്റിപ്പിഴപ്പിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ കൊട്ടാരക്കരക്കാരൻ ഒരു കള്ളപ്രവാചകനായ ടിൻറ്റുമോൻ കൊറോണയ്ക്ക് മുമ്പ്, അതായത് 2019 ഡിസംബറിൽ ഒരു പ്രവചനം നടത്തിയിരുന്നു. 2020 അനുഗ്രഹിക്കപ്പെട്ട വർഷമാണെന്നും അനുഗ്രഹങ്ങൾ ഒഴുകി വരുമെന്നൊക്കെ. ഒടുവിൽ വന്നത് കൊറോണയായിരുന്നു. അതുപോലെയാണ് ഈ പഹയൻ്റെ പ്രവചനം. എന്തിനാടെ പ്രവചനങ്ങളുടെ രൂപത്തിൽ പച്ച കള്ളങ്ങളൊക്കെ തട്ടിവിട്ട് ജനങ്ങളുടെ സ്വൈര്യം കെടുത്തുന്നത്? എണീറ്റ് പോടെ. ഇവനെയൊക്കെ പിടിച്ചകത്തിടാൻ ഇവിടെ ആരുമില്ലേ? പിന്നെ ഈ കൂടോത്രവും എടുക്കുന്ന ചിലവന്മാരുണ്ട്. കൂടോത്രം എടുക്കുന്ന ന്യൂജൻ ഉപദേശിമാരെ തട്ടിയിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ദൈവസഭയുടെ വില നൽകിയ ക്രിസ്തുവിനെയും ആ കർത്താവ് വിലയായി നൽകിയ രക്തത്തിൻ്റെയും മഹത്വം തിരിച്ചറിയാൻ കഴിയാത്ത പോഷന്മാർ. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കൂടോത്രം എടുക്കുന്നവർ അത് വച്ചവരാരാണെന്നൊന്ന് കൂടി പറഞ്ഞിട്ട് പോയിരുന്നുവെങ്കിൽ ആ വീട്ടുകാർക്കൊരു സമാധാനം ഉണ്ടായിരുന്നേനെ. ഇവന്മാരുടെ നാടക സ്ക്രിപ്റ്റിൽ അതില്ലാത്തതാണോ അതോ മനഃപൂർവ്വം പറയാത്തതാണോ? ആവിചാരം ഫലിക്കയില്ലെന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം മൂന്നാംകിട കണിയാന്മാരുടെ പോലെ വിവരക്കേടും അന്ധവിശ്വാസവും ചുമക്കുന്ന കുറേ എണ്ണം ഇങ്ങനെ വയറ്റിപ്പിഴപ്പിനായി നടക്കുന്നു. സത്യത്തിൽ ഇതിനൊക്കെ എന്താ പറയുക? ഇതാണ് ദൈവ പൈതലിൻ്റെ ലക്ഷണമെന്നാണ് ഈ വിഡ്ഢികളൊക്കെ പറയുന്നത്. ഇവനൊക്കെ ഒരു ഭാവി ഉണ്ടാകേണ്ടതല്ലേ? ഇത്തരം വൈകൃത വിക്രിയകളിലൂടെ ക്രിസ്തീയ സമൂഹത്തെയും ക്രിസ്തീയ സന്ദേശത്തെയും പാടെ അവഹേളിക്കുന്ന ഇത്തരം വിഘടന്മാരെ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ.